പാലക്കാട് മലമ്പുഴയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചൊരിഞ്ഞു. വൈകിട്ട് 5 മണിക്ക് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ട്രെയിൻ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ബുധനാഴ്ചയാണ് കാട്ടാന അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ട്രെയിൻ തട്ടിയല്ല ഈ ആനയ്ക്ക് പരുക്കേറ്റതെന്ന് മുൻപ് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതാണ്. വെള്ളവും ഒപ്പം തന്നെ ഭക്ഷണവും എല്ലാം എത്തിച്ചിരുന്നു. അവശനിലയിലായിരുന്നു ആന. ഇപ്പോൾ ചരിഞ്ഞു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഈ ആനയുടെ ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ വനവകുപ്പിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് ഈ ആന അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 6 കാട്ടാനകൾക്കൊപ്പം ജനവാസ മേഖലയിൽ നിന്ന് ഈ റെയിൽപാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഈ കാട്ടാനയ്ക്ക് പരിക്കേൽക്കുന്നത്. ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്നായിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് അടക്കം വ്യക്തമാക്കിയിരുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ നേരിട്ട് ട്രെയിൻ ഇടിച്ചതിൻ്റെ പരിക്കുകളൊന്നും തന്നെ ആനയുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഇതിന് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് വളരെ ഗുരുതരവുമായിരുന്നു. ആന്തരികമായിട്ടുള്ള പരിക്കാണ് ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഇവിടെ നിന്ന് അല്പം ദൂരെയാണ് ട്രെയിൻ ഇടിച്ച കോട്ടപ്പാടം റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് അകലമാണ്. അവിടെ നിന്ന് നടന്നാണ് ഈ റോഡ് ക്രോസ് ചെയ്താണ് ആന ഇവിടേക്ക് എത്തിയത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ആരോഗ്യനില വളരെയധികം മോശമാവുകയും ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമൊക്കെ രൂപപ്പെടുകയായിരുന്നു. തുടർന്ന് ഒരുപാടധികം സമയം ഇവിടുന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. വനവകുപ്പ് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ ലഭ്യമാക്കി. തൃശ്ശൂരിൽ നിന്നുള്ള കൂടുതൽ ഡോക്ടർമാർ, ഡോക്ടർ ഡേവിഡ് അടക്കം കൂടുതൽ ആളുകൾ ഇവിടെ എത്തി അതിനെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഭക്ഷണ സാധനങ്ങളൊക്കെ നൽകി നോക്കി. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഉണ്ടാകും. നമ്മളോടൊപ്പം വാളയാർ റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട്. പരമാവധി ശ്രമം നടത്തി നോക്കിയില്ല നമ്മൾ ഇതിനെ തിരികെ കൊണ്ടുവരാൻ? അതെ, വളരെ ദൗർഭാഗ്യകരമായൊരു അവസ്ഥയായി പോയി. കാരണം നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ ഇത് ഡോക്ടർ ഒരു മണിക്കൂർ മുമ്പ് വന്ന് നോക്കിയിരുന്നു, പരിശോധിച്ചിരുന്നു. നമ്മൾ വേണ്ട ഫ്ലൂയിഡും മറ്റേ പെയിൻ കില്ലറെല്ലാം കൊടുത്ത് നോക്കി. പിന്നെ അവസാനം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പം ഇത് ഇവിടെ അങ്ങനെ കിടക്കുന്ന ദിവസം നമ്മൾ വ്യാഴാഴ്ചയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പം മുതൽ ഒരു പ്രതീക്ഷ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇത് രക്ഷപ്പെടുന്നു? തീർച്ചയായും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന ചികിത്സാ രീതി അത്രയും ബെസ്റ്റായിരുന്നു. കാരണം നല്ലൊരു മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു, കൂടാതെ നല്ല സ്റ്റാഫ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, കൂടാതെ ജനങ്ങളുടെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം ഈ ജനങ്ങൾ അനാവശ്യമായിട്ട് ഇവിടെ വരികയോ ഒരു ഇൻ്റർഫിയറൻസും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. രാത്രി ഇതിനെ തേടി ആനകളൊക്കെ ഇവിടെ വന്നു? ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്നു, ഈ ആനകളുണ്ടായിരുന്നു, ഈ ഭാഗത്തുണ്ടായിരുന്നു. അതായത് ഈ ആന ഇവിടെ വളരെ മോശാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കാട്ടാനകൾ ഇവിടേക്ക് തെരഞ്ഞെത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നാളെ ഇവിടെ തന്നെ ഒരു കുഴിയെടുത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കുഴിയെടുത്ത് മറവ് ചെയ്യാനാണ് തീരുമാനം. രാവിലെ തന്നെ, വിഷു ആയതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. മലമ്പുഴയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചൊരിഞ്ഞു. വൈകിട്ട് 5 മണിയോടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കാട്ടാനയെ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കുമെന്നാണ് നിഖിൽ പ്രമേഷ് നൽകിയ വിവരം.